പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ആഗസ്റ്റ് 2-ാം തീയതിയാണ്. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ പരിശുദ്ധ മതേമറായ മധ്യസ്ഥത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഒരു വിഷയം തന്നെ പല പ്രാവശ്യം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു മൂവ്മെൻ്റ് ഇല്ലാതെ ഇനി എന്ത് ചെയ്യണം, പ്രാർത്ഥന നിർത്തണോ ഇതുപോലെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആത്മശക്തിയും ആത്മധൈര്യം കരുതുന്നതിന് വേണ്ടി പ്രത്യേക അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതമാർഗം മുട്ടിപ്പോയവർ, ജീവിതമാർഗം തീർന്നു പോകാൻ പോകുന്നവർ, ജീവിതമാർഗം പൊളിച്ചു പണിയാൻ ആഗ്രഹിക്കുന്നവർ, അവരെല്ലാം നീ ഈശോയുടെ നാമത്തെ ആശീർവദിക്കുന്നു. വിവാഹിതരെയും വിവാഹ ജീവിതത്തെ പ്രയാസങ്ങളോട് ഒരുമിച്ച് പിരിഞ്ഞു പോയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ താമസിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും കർത്താവ് ആശീർവദിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ഓരോരോ രോഗാവസ്ഥ മാറുന്നില്ലല്ലോ, വീട്ടിൽ തന്നെ ബാധ്യമാണല്ലോ, മറ്റുള്ളവർ പറയണം, രഹസ്യമായിട്ട് പറയണ പോലെ കേട്ടുകൊണ്ട് അതിൻ്റെ സംഘടിപ്പ് കൂടി അനുഭവിച്ചുകൊണ്ട് വീട്ടിൽ കഴിയുന്ന മക്കളെ അവർ കർത്താവ് ഏറ്റെടുക്കണം, അവരുടെ വേദന ഏറ്റെടുത്ത് അവർ സുഖപ്പെടുത്തണം പ്രാർത്ഥിക്കുന്നു.
വർഷങ്ങളായിട്ട് കട്ടിൽ കിടക്കുന്നവരും തളർന്നുപോയവരും തളർവാരോഗികളായി കിടക്കുന്ന ആൾക്കാരെ കർത്താവ് സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളിലും കുടുംബങ്ങളിലൊക്കെ തമ്മിൽ മാതാപിതാക്കന്മാരും മക്കളും തമ്മിൽ കണ്ടിട്ട് വർഷങ്ങളായി അകല രാജ്യങ്ങളിൽ വിദൂരസ്ഥരായിട്ട് വിദൂരാജ്യങ്ങളിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഐക്യപ്പെട്ട് ജീവിക്കുന്നതിന് വേണ്ടി കർത്താവ് നാട്ടിൽ വരാൻ തടസ്സമുള്ളവരുണ്ട് ഈശോയെ. കേസ് കൊണ്ടും പലതരത്തിലുള്ള ബാനിങ് കൊണ്ടും സാമ്പത്തികമായ ബാൻസ് കൊണ്ടും നാട്ടിൽ വരാൻ പറ്റാത്തവരുണ്ട് ഈശോയെ. അതുപോലെ വിസ ക്ലോസായി പോയവരുണ്ട് ഈശോയെ. കേസ് കാരണം ജയിലിലായി പോയവരുണ്ട് ഈശോയെ. അവർക്ക് അത് നാട്ടിൽ വരാൻ പറ്റാത്തവരുണ്ട് ഈശോയെ. ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത മാതാപിതാക്കന്മാർക്കും ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയെ ഭാഗോടപടി നടക്കാത്ത കുടുംബങ്ങൾ ഭാഗോടപടി നടക്കാനുള്ള വസ്തുക്കൾ അങ്ങനെ ദൃശ്യം പ്രാർത്ഥിക്കുന്നു. അതെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും കർത്താവ് നിങ്ങളെ സന്ധിക്കുകയും ചെയ്തെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓരോ ഡേറ്റുകൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളവരും അത് നീങ്ങിപ്പോകുന്നവരും ചില ഗർഭിണികളെ കാണിച്ചിരുന്നുണ്ട് അബോർഷൻ ചെയ്യണമെന്ന്, അല്ലെങ്കിൽ സ്കാനിങ് കഴിഞ്ഞപ്പോൾ അബോർഷന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളവരുണ്ട്. അവരെ നീ സന്ധിക്കണം, അവരുടെ വയറിനെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആ കുഞ്ഞിനെ ജീവനോടെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കാൻ അമ്മയും കുഞ്ഞും ആരോഗ്യമായിരിക്കാൻ കർത്താവിൻ്റെ നാമത്തെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇത് പിതാമ്പുത്രനും പരിശുദ്ധാത്മാവും സർവ്വശക്തനായ എന്നേക്കും ആമേൻ. മത്തായിയുടെ സുവിശേഷം 13:8. മറ്റു ചിലത് നല്ല നിലത്ത് വീണു അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ഈ നല്ല നിലത്ത് വീണത് എല്ലാം 100 മേനിയല്ല വിളഞ്ഞിരിക്കണത്. അതാണ് കൺഫ്യൂഷൻ അതിൻ്റെ അകത്ത്. നില ഒന്നേ ഉള്ളു, അല്ല സർവേ നമ്പർ മാറിയിട്ടില്ല. ഒരു സർവേ നമ്പറിൽ വീണിരിക്കുകയാണ് നല്ല നിലത്ത്. പക്ഷേ ചില ഞാറാണിനെ പ്രശ്നം. ചില ഞാറ് 30 മേനി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാമോ? ഒരു വിത്ത് നെൽമണി ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗോതമ്പ് മണി ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു കതിരുണ്ടാകും. അത് ചിലത് 30 കതിര് വരെ കിട്ടും. ആ 30 മേനി എന്ന് പറയണത്. ചില നെൽമണി ഇട്ട് കഴിഞ്ഞാൽ 60 മേനി കിട്ടും. ഒരു നെൽമണിക്ക് 60 നെൽമണി നമുക്ക് ഞാറായിട്ട് കിട്ടും. ഞാറ് കൊയ്ത് കിട്ടുമ്പോൾ കിട്ടും. കർത്താവിൻ്റെ കാലത്ത് 100 എന്ന് പറയണത് 100 മേനിയും കിട്ടും. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ മേനി വ്യത്യാസം ഉണ്ടാകുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുർബാന അർപ്പിച്ചപ്പോൾ ഈ വചനം വന്നപ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയ സൂചന, ചിലർ വിശ്വാസത്തിലാണ് വിതക്കണത്, ചിലർ പ്രത്യാശയിൽ വിതക്കും, ചിലർ സ്നേഹത്തെ വിതക്കും. വിശ്വാസത്തെ മാത്രം വിതക്കുന്നവർ 30 മേനി. യാക്കോബ് ലേഖനം 2:24. മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവർത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നത് നിങ്ങൾ അറിയുന്നു. വിശ്വാസത്തെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ടീവ് ഡോക്യുമെൻ്റ് എന്ന് പറയും. അപ്പോൾ സപ്പോർട്ടീവ് ഡോക്യുമെൻ്റ് പ്രധാനപ്പെട്ട കാര്യമാണ്. വിശ്വാസം എന്ന് പ്രഖ്യാപിക്കുമ്പോഴും സപ്പോർട്ടീവ് ഡോക്യുമെൻ്റ് വേണം. അതേതാണ്? പ്രവർത്തികളാണ്. യാക്കോബ് 2:17. പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. അപ്പം നിർജീവ പ്രവർത്തികൾക്കുള്ള പ്രശ്നം വെച്ചാൽ നിർജീവ പ്രവർത്തികളും അവിശ്വാസിയുടെ പ്രവർത്തികളാണ്. വിശ്വാസത്തിന് അവിശ്വാസത്തിൻ്റെ ഫലം ചെയ്യും. ചില ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യും എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് വിശ്വാസം അവിശ്വാസത്തിൻ്റെ ഫലം ചെയ്യും. കാര്യം പ്രവൃത്തി നിർജീവമായതുകൊണ്ടാണ്. ഹെബ്രായർ 6:1. അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് അതാണ് വിശ്വാസം കൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരില്ലേ, നമുക്ക് പക്വതയിലേക്ക് വളരുമ്പോ വിശ്വാസം മാത്രം പോരാ വരും അവിടെ. നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ്. അതായത് വിശ്വാസം മാത്രം മതി, പ്രവർത്തികൾ വേണ്ടെന്ന് പറയുമ്പോ അവർ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം നിർജീവ പ്രവർത്തികളാണ് കൊടുക്കുന്നത്. ജീവനുള്ള പ്രവൃത്തി അല്ലത്. നിർജീവ
പ്രവർത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ്, ദൈവത്തിലുള്ള വിശ്വാസം, ജ്ഞാനസ്നാനത്തെ സംബന്ധിക്കുന്ന പ്രബോധനം, അങ്ങനെ പോകും. സച്ച് ഇപ്പം എന്താ സംഭവിച്ചത്? നിർജീവ പ്രവൃത്തി വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയണത്. വിശ്വാസം ഇല്ലാത്തവർ ചെയ്ത് കൂട്ടുന്ന പ്രവൃത്തികൾക്കാണ് നിർജീവ പ്രവൃത്തി എന്ന് പറയുന്നത്. അതായത് വിശ്വാസം ഇല്ലാത്തവർ നന്മ പ്രവൃത്തികൾ ചെയ്യും, പക്ഷേ സുവിശേഷ ദൃഷ്ടിയിലെ നിർജീവ പ്രവൃത്തിയാണ്. എന്താ കാര്യം? അത് ദൈവത്തെ മഹത്വപ്പെടുത്താനില്ലാത്തത് കൊണ്ടാണ്. അതിൻ്റെ ഉള്ളിലുള്ള ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തികളിലെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് ആ പ്രവൃത്തികൾക്ക് ജീവൻ ഉണ്ടാക്കുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് പകരം സ്വന്തം കേമത്തം കെട്ടിയെഴുന്നള്ളിക്കുകയാണെങ്കിൽ അത് നിർജീവ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് അവിശ്വാസികൾ, ഇപ്പം ചില ആൾക്കാർ പറയില്ലേ, മതത്തെ മാറ്റി നിർത്താം, നമ്മൾ സമൂഹത്തിലെ സാമൂഹ്യ ജീവിതം പരിശീലിപ്പിച്ചാൽ മതിയെന്ന്. മതമാണല്ല ഇവിടെ സാമൂഹ്യ ജീവിതം മനുഷ്യനെ പരിശീലിപ്പിച്ചത്. മതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സാമൂഹ്യ ജീവിതം പരിശീലിപ്പിക്കുന്നവർ ചെയ്യണത് എന്താണ്? സ്വന്തം കോയ്മകൾ കെട്ടിയെഴുന്നള്ളിക്കുകയാണ് ചെയ്യണത്. ഈ സ്വന്തം കോയ്മ എഴുന്നള്ളിക്കുന്നതിനാണ് നിർജീവ പ്രവൃത്തി എന്ന് പറയണത്. പ്രവൃത്തികളിലുള്ള ജീവൻ എന്ന് പറയുന്നത് എന്താണ്? അത് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു ഇൻറ്റൻഷനാണത്. ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരിക്കണം പ്രവൃത്തി. ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ആ പ്രവൃത്തി സുവിശേഷവിഹിതമായിട്ട് നിർജീവമായിരിക്കും. അത് ജീവനുള്ളതാകണത് ആ പ്രവൃത്തി ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോഴാണ്. അപ്പോൾ വിശ്വാസം എന്ന് പറയണത് സജീവ പ്രവൃത്തികൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരുക്കമാണ്. ഓക്കെ അല്ലേ? താങ്ക് യു. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.